പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീനയും വല്യപ്പച്ചനും സ്റ്റാൻലിയെ കൂടി എസ്റ്റേറ്റൊക്കെ കണ്ടുവരികയാണ്. അപ്പോൾ സ്റ്റാൻലി വേഗം വണ്ടി ഒതുക്കിയിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നമ്മുടെ ആൻ്റപ്പനും കാർ ഡ്രൈവറും അവിടെ നിൽക്കുന്നുണ്ട്. അലീന വല്യപ്പച്ചനെ മെല്ലെ പിടിച്ചിറക്കി കൊണ്ടുവരുമ്പോൾ ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട് എസ്റ്റേറ്റൊക്കെ കണ്ടു തീർന്നോന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട് എങ്ങനെ ഇതൊക്കെ കണ്ടു തീരാനാ, ഇനിയും ദിവസം ഉണ്ടല്ലോ, സാവകാശമൊക്കെ കാണാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോവാണ്. അപ്പോൾ ആൻ്റപ്പനോട് ആ കാർ ഡ്രൈവർ പറയുന്നുണ്ട് ഈ കൊച്ചിനെ കൊണ്ട് അതൊക്കെ കാണിക്കേണ്ട ആവശ്യം എന്താ, ഇനിയിപ്പോൾ ആ കൊച്ചിൻ്റെ പേരിൽ ഇതൊക്കെ എഴുതി കൊടുക്കാനാണോ. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട് നമ്മൾ വലിയ കാര്യമൊന്നും അന്വേഷിക്കേണ്ട, അതൊക്കെ അവരുടെ കാര്യങ്ങളല്ലേ. അങ്ങനെ അകത്ത് വന്ന് കയറുമ്പോൾ സ്റ്റാൻലി അലീനോട് ചോദിക്കുന്നുണ്ട് ഇനി എങ്ങോട്ടേലും പോകാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട് എങ്ങോട്ടേലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോ, വല്ല ബ്യൂട്ടി പാർലറിലേക്കോ പള്ളിയിലേക്കോ. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് ഇവിടെ അടുത്തെങ്ങാനും വല്ല ഓർഫണേജ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം ഉണ്ടോ, എനിക്ക് അങ്ങോട്ടെങ്ങാനും പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. പുനലൂരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ പാലയിലും ഉണ്ട്, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്ന്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ദേഷ്യം വരും. അപ്പോൾ സ്റ്റാൻലി ഇരുന്നോടത്ത് എണീറ്റിട്ട് ദേഷ്യത്തിൽ പറയും അനാഥാലയങ്ങളുടെ എണ്ണ എടുക്കലല്ല എനിക്ക് ജോലി, അതൊക്കെ ആൻ്റപ്പനോട് പറഞ്ഞോളാൻ പറയും. അപ്പോൾ അലീന പറയും ആൻ്റപ്പനല്ലല്ലോ എൻ്റെ പപ്പ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും ഇവളെ ആ തോട്ടം കൊണ്ടുപോയി കാണിച്ചതാണ് അബദ്ധമായത്, അവിടുന്ന് വരുമാനം ഉണ്ടെന്ന് പറഞ്ഞതും ഒന്നും ഇവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയും എല്ലാം നല്ല കാര്യങ്ങളാണ്, വരുമാനം ഉള്ളതും തോട്ടവും ഒക്കെ നല്ല കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞത് അതൊന്ന് കുറച്ച് വിഹിതം അനാഥാലയങ്ങൾക്ക് കൊടുക്കണം എന്നല്ലേ എന്ന് പറയും. അപ്പം സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റാൻലി പറയും നീ എന്തിനാ എപ്പോൾ നോക്കിയാലും അനാഥാലയം എന്ന് പറയുന്നത്. അപ്പോൾ അലീന പറയും ഞാൻ അവിടെയാണ് വളർന്നത്, എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇപ്പോഴും അനാഥാലയത്തിലാണ്, ഞാൻ മാത്രം തിന്ന് കൊഴുത്ത് സുഖിച്ച് നടന്നാൽ പോരല്ലോ, ഞാൻ നല്ലൊരു നിലയിലെത്തുമ്പോൾ അവർക്കും എന്തെങ്കിലും സഹായം എന്നെ കൊണ്ട് പറ്റണത് ചെയ്യണ്ടേന്ന് പറയും. എന്നെ 23 വർഷം വളർത്തിയത് ഒരു അനാഥാലയ, അപ്പോൾ 23 വർഷവും ഏതെങ്കിലും ഒരു അനാഥാലയത്തിലേക്ക് പപ്പ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ എന്നിട്ട് അപ്പോഴും സ്റ്റാൻലിക്ക് ദേഷ്യമാണ്. അപ്പോൾ അലീന പറയും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോയിക്കോളാം, എനിക്ക് വണ്ടിക്കൂലി തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും നിന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എൻ്റെ മകളായി നിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്, അല്ലല്ലോ, ഞാൻ അനാഥാലയത്തിൻ്റെ കാര്യം പറയണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അലീന പറയും അല്ല എന്നെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി, അങ്ങനെയുള്ള ഒരാൾക്ക് അനാഥാലയത്തെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരാൾക്ക് എന്നെയും ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ അവിടുന്ന് പോയിക്കോളാം എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ വല്യപ്പച്ച അലീനനെ വിളിച്ചിട്ട് പറയും നീ പോയിട്ടൊരു ചായ ഇട്ടിട്ട് വന്നേ, നല്ല യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയല്ലേ, ഒരു ചായ ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് അലീനനെ പറഞ്ഞയക്കും. നമ്മുടെ അലീനയുടെ വർത്താനായ കയറിയിട്ട് കിളി പോയിരിക്കുകയാണ് സ്റ്റാൻലി. അപ്പോൾ അപ്പച്ചൻ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ പ്രശ്നം. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ആരും ഇതുവരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട് അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്, അവൾ ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലേ പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻലി പറയും ഞാൻ അവൾക്ക് ചെയ്ത് കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, അത് ആൻ്റപ്പനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട് ആൻ്റപ്പനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണെങ്കിൽ അവൾക്ക് ആൻ്റപ്പനോട് പറഞ്ഞാൽ പോരെ, നിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ, നീയല്ലേ അവളുടെ പപ്പ, അപ്പോൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ്, അതുകൊണ്ടാണ് അവൾ നിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻലി പറയും അവൾ എന്തിനാ എപ്പോഴും ഈ അനാഥാലയം എന്ന് പറയുന്നത്, എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോഴേ ഒരു ഇറിറ്റേഷനാണെന്ന്. അപ്പോൾ അപ്പച്ചൻ പറയും എന്നെപ്പോലെ തന്നെ എനിക്കും ഉണ്ട് ഇറിറ്റേഷനൊക്കെ, പക്ഷേ അവൾ പറഞ്ഞതൊരു ന്യായമായിട്ടുള്ള കാര്യമാണ്, അത് നീ ചെയ്ത് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും അപ്പച്ചന് കുറച്ച് ഇറിറ്റേഷനൊക്കെ ഉണ്ടായിക്കോട്ടെ, അപ്പച്ചനല്ലേ ഇതിനൊക്കെ കാരണക്കാരൻ. അപ്പോൾ അപ്പച്ചൻ പറയും ശരിയാ, ഞാൻ തന്നെ ഇതിനൊക്കെ കാരണക്കാരൻ, പക്ഷേ അതിനുള്ളൊരു പരിഹാരമാണ് ഇപ്പം ഞാൻ പറയുന്നത്. അപ്പച്ചൻ്റെ ചിന്നമ്മയുടെ മുഖം പാടിയപ്പോൾ അത് സഹിക്കാൻ പറ്റിയില്ല അല്ലേ, അല്ലാണ്ട് എൻ്റെ വിഷമം കണ്ടിട്ടല്ലല്ലോ അവൾക്ക് വേണ്ടി ഇപ്പം എൻ്റെ അടുത്ത് വന്ന് ന്യായീകരിക്കുന്നത്.
അപ്പോൾ അപ്പച്ചൻ പറയും, അതൊന്നല്ല കാര്യം, ന്യായമുള്ള ഭാഗത്തേ ഞാൻ നിൽക്കുള്ളൂ, ഞാൻ അവളോടും കൂടി ഒന്ന് സംസാരിക്കട്ടെ പറയും. അപ്പച്ചൻ അങ്ങോട്ട് ചെല്ലി അവൾ ചുരുട്ടി കൂട്ടി കയ്യിലെടുക്കും അപ്പച്ചനെ. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും എന്നെ കയ്യിലെടുക്കാൻ പറ്റില്ല, അവളുടെ മനസ്സിൽ നന്മയും സ്നേഹമുള്ളവളാ, അങ്ങനത്തെ മക്കളെ കിട്ടുന്നതല്ലേ വലിയ ഭാഗ്യം എന്ന് പറയും. അപ്പോൾ അപ്പച്ചൻ അവളെ പേടിയല്ലേ, അതുകൊണ്ടല്ലേ അപ്പച്ചൻ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നു പറയും. എനിക്ക് അവളെ പേടിയൊന്നുമില്ല, എന്നാൽ അപ്പച്ചൻ രണ്ടെണ്ണം അടിക്കാൻ പറയും. അപ്പോൾ അപ്പച്ചൻ ഒഴിഞ്ഞു മാറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വൈജയന്തിനെയാണ്. വൈജയന്തി ഫോണിൽ ആർക്കോ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീട്ടിലേക്കുള്ളത്. ഫോൺ വെച്ച് കഴിയുമ്പോൾ ഓട്ടോറിക്ഷ വന്നിറങ്ങുന്നുണ്ട് ഒരാൾ. വൈജയന്തി നിയമിച്ച സർവൻ്റാണ്, ആരുടെ സമ്മതിയൊന്നും അല്ലാണ്ട് സ്വന്തം ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തതാണ്. എന്നിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ബബിതനെ വിളിക്കുന്നുണ്ട്. ബബിത അടുക്കളയിൽ ചായയും ബജിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം ബബിത അത് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇന്നും കൂടി നീ കഷ്ടപ്പെട്ടാൽ മതി, നാളെ മുതൽ ഇവള് നോക്കിക്കോളും കാര്യങ്ങളൊക്കെ, സുനിത എന്നാണ് പേരെന്നും. അപ്പോൾ കൃഷ്ണ അവിടെ, കൃഷ്ണനെ വിളിക്കാൻ പറയും. അപ്പോൾ കൃഷ്ണ വരും. എന്നിട്ട് കൃഷ്ണ വയ്ക്കാൻ അമ്മയ്ക്ക് ചായ വേണമെന്നും എടുത്തോളാൻ പറയും. അപ്പോൾ ഇത് പുതിയ സെർവൻ്റാണെന്ന് പറഞ്ഞ് കൃഷ്ണനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ചായ കൊണ്ടുവന്നെടുക്കുമ്പോൾ കൃഷ്ണ വയ്ക്കുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ കുടച്ചക്രവും മലപ്പുറം കാത്തിയും കുന്തൊക്കെ ഉണ്ടോ, അപ്പോൾ അതെന്തിനാ, ഇവിടെ നിന്ന് പോകണമെങ്കിൽ അതൊക്കെ വേണ്ടി വരുമെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. ഈ സമയം ബാലേന്ദ്രൻ വന്ന് കയറുന്നുണ്ട്. അപ്പോൾ ബബിത ബാലേന്ദ്രനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മുടെ സർവൻ്റാണ്, അമ്മ വിളിച്ചു വരുത്തിയതാണെന്നൊക്കെ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ബബിതയോട്, ഇപ്പോൾ ഒരു സർവൻ്റിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോയെന്ന്. ഇല്ല അച്ഛാ, നമുക്ക് ചെയ്യാവുന്ന ജോലി ഇവിടെ ഉള്ളൂ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ശമ്പളമൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ വൈകുന്നേരം ബബിതേനെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. TV ഒക്കെ ഓഫ് ചെയ്ത് വിളിച്ച് വരുത്തുന്നുണ്ട് കൃഷ്ണനെയൊക്കെ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനാണ്, ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട്. പുതിയ സർവൻ്റാണൊക്കെ ചെയ്യുന്നത്. എല്ലാവരും വന്നിരിക്കുമ്പോൾ രോഹിത്ത് കൈ കഴുകാൻ നേരം അച്ഛനോട് പറയുന്നുണ്ട്, എൻ്റെ ബൈക്ക് പഴയതായി വെച്ചാൽ അതൊന്ന് മാറ്റണം എന്ന്. അപ്പോൾ എത്ര കൊല്ലമായി, 3 കൊല്ലമായി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വന്നിരിക്കുകയാണ്, ബാലേന്ദ്രനും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി സർവൻ്റിനോട് പറയുന്നുണ്ട്, നീയും ഒപ്പം ഇരുന്നോ, ഒപ്പം ഇരുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചോളാൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ മുഖം മാറും, മക്കളുടെയൊക്കെ മുഖം മാറുന്നുണ്ട്. അപ്പോൾ വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട് അതൊന്നും ബാലേന്ദ്രന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്.